നമ്മുടെ നാട്ടിൽ വളരെ കൂടുതൽ ആളുകൾ കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ് ഉപ്പൂറ്റി വേദന. ഉപ്പൂറ്റി വേദന വെച്ചാൽ കാലിൻ്റെ ആംഗിൾ ജോയിൻ്റ് അറിയാം, ആംഗിൾ ജോയിൻ്റ് താഴത്തിനെയാണ് നമ്മൾ ഉപ്പൂറ്റി എന്ന് വിളിക്കുന്നത്. ആ ഉപ്പൂറ്റിയുടെ അവിടെ കാല് രാവിലെ എഴുന്നേറ്റ് കുത്തുമ്പോൾ ഭയങ്കരമായിട്ട് വേദനിക്കുന്നു. അതൊരു കോമൺ ആയിട്ട് കാണുന്നൊരു കംപ്ലയിൻ്റാണ്. അതിനെ പ്ലാന്റാർ ഫേഷ്യേറ്റിസ് എന്നാണ് സയൻറ്റിഫിക് ടേം. പ്ലാന്റാർ എന്ന് വെച്ചാൽ കാലിൻ്റെ അടിയിലുള്ള ഒരു ഇതിന് ഏരിയയാണ് പ്ലാന്റാർ ഏരിയ എന്ന് വിളിക്കുന്നത്. അവിടെയുള്ള ഒരു ഫേഷ്യ അഥവാ അവിടെയുള്ളൊരു പാട അഥവാ അവിടെയുള്ളൊരു പേശികൾ, ഒരു ഫേഷ്യ എന്ന് പറയും. അത് സ്കിന്നിന് താഴത്തുള്ള ഒരു ലെയറിനെയാണ് ഫേഷ്യ എന്ന് വിളിക്കുന്നത്. അവിടെ ഉണ്ടാകുന്ന ഒരു വേദനയാണ് പ്ലാന്റാർ ഫേഷ്യേറ്റിസ് എന്ന് വിളിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ വളരെ ഉപ്പൂറ്റിയുടെ അടിയിൽ ചെറിയ വേദന എന്ന് പറയുമെങ്കിലും അത്യാവശ്യം ഉള്ളവർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കണ്ടീഷനാണിത്. ഇവരുടെ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. കുറച്ച് ഫസ്റ്റ് 5-10 സ്റ്റെപ്പ് എടുക്കാൻ ഭയങ്കര വേദനയായിരിക്കും. കാല് കുത്തുമ്പോൾ ഭയങ്കര വേദനയായിരിക്കും. അതായത് കുറച്ച് നടന്ന് കഴിയുമ്പോൾ അത് കുറച്ച് കുറഞ്ഞു വരും. ഇതിനെയാണ് പ്ലാന്റാർ ഫേഷ്യേറ്റിസ് നമ്മൾ വിളിക്കുന്നത്. ഈ പ്ലാന്റാർ ഫേഷ്യേറ്റിസിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഞാൻ കാലിൻ്റെ അടിയിലൊരു പാടയുണ്ടെന്ന് പറഞ്ഞു. ഫേഷ്യ അഥവാ ഒരു പാട പോലെ സ്കിൻ്റെ അടിയിലൊരു പാടയാണിത്. ഈ പാട വന്ന് ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ കാലിൻ്റെ ആർച്ച് ഉണ്ടല്ലോ, കാൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, നമ്മുടെ കാൽ ഇങ്ങനെയല്ല ഇരിക്കുന്നത്, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ആർച്ച് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ. അപ്പോൾ ഈ ഫേഷ്യയിലുണ്ടാകുന്ന നീർക്കെട്ട് കാരണമാണ് ഈ വേദന ഉണ്ടാകുന്നത്. ഫേഷ്യയുടെ ഏത് പാർട്ടാണ് ഉണ്ടാകുന്നത്? ഈ പാടയുണ്ടല്ലോ, ഈ പാട എല്ലാം ഒന്ന് അറ്റാച്ച് ചെയ്യും. അവിടെ ആ എല്ലാം ഒന്ന് അറ്റാച്ച് ചെയ്യുന്ന സ്ഥലത്തുണ്ടാകുന്ന നീർക്കെട്ട് കൊണ്ടാണ് ഈ പ്ലാന്റാർ ഫേഷ്യേറ്റിസ് അഥവാ ഇതിൽ ഒരു നീർക്കെട്ടുണ്ടാകുന്നതുകൊണ്ടാണ് ഈ വേദന ഉണ്ടാകുന്നത്, ഉപ്പൂറ്റി വേദന ഉണ്ടാകുന്നത്, പ്ലാന്റാർ ഫേഷ്യേറ്റിസ് ഉണ്ടാകുന്നത്. ഇത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് നമ്മുടെ ഈ അവിടെ വന്ന് ഇഞ്ചുറി ഉണ്ടാകുക. ഫോർ എക്സാമ്പിൾ നമ്മൾ കാല് ചെരിപ്പിടാൻ നടക്കുമ്പോൾ കാലിലൊരു കല്ല് കുത്തിക്കൊള്ളുകയോ അല്ലെങ്കിൽ വേറെ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അവിടെ ഭയങ്കരമായിട്ട് വേദന. ആളുകളൊക്കെ അമ്പലത്തിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ അല്ലെങ്കിൽ ഹില്ലി ഏരിയാസിലൊക്കെ പോകുമ്പോൾ ചെരുപ്പിടാതെ നടന്നു, അല്ലെങ്കിൽ നല്ല ചെരുപ്പ് ഇട്ടിട്ടില്ല എന്നെങ്കിൽ അവിടെ വന്ന് കല്ല് കുത്തിക്കൊണ്ട് കഴിയുമ്പോൾ അവിടെ ഒരു ചെറിയ ഇൻഫ്ലമേഷൻ വരും. അതൊരു മെക്കാനിസമാണ്. രണ്ടാമത്തെ കോമൺ ആയിട്ടുള്ള മെക്കാനിസം നമ്മുടെ ഫുട്വെയർ, നമ്മുടെ ചെരുപ്പൊക്കെ കറക്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നില്ല, ഷൂസ് കറക്റ്റായിട്ടുള്ള ഷൂസല്ല, ഇൽ ഫിറ്റിംഗ് ആയിട്ടുള്ള ഷൂസാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയുള്ളവർക്കും അവിടെ ഇൻഫ്ലമേഷൻ വരാം. മൂന്നാമത് പ്രധാനപ്പെട്ടൊരു കാരണമെന്ന് പറയുന്നത് സാധാരണ ആളുകൾക്ക് ചില വാതരോഗങ്ങളിൽ, അതായത് സ്പോണ്ടലോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ സോറിയാറ്റിക് ആർത്രൈറ്റിസ്, ആങ്കൈലോസിങ് സ്പോണ്ടിലൈറ്റിസ്, ഇവർക്കെല്ലാം ഈ സ്ഥലത്ത് ഒരു നീർവീഴ്ച വരാറുണ്ട്. ഈ പ്ലാന്റാർ ഫേഷ്യേറ്റിസ് അതായത് ഈ ഫേഷ്യ വന്ന് എല്ല് ചേരുന്ന സ്ഥലത്ത് ചെറിയ നീർക്കെട്ട് വരാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ സിംറ്റം എന്തായിരിക്കും? അപ്പം ഇതിൽ ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞു ഇത് നമ്മുടെ കാലടിയിലുള്ള ഈ പ്ലാന്റാർ ഫേഷ്യ എന്ന് പറയുന്ന സ്ഥലത്ത് നീർക്കെട്ട് ഉണ്ടാകുന്നതുകൊണ്ടാണ്. നീർക്കെട്ട് പല കാര്യങ്ങളുണ്ട്, അതിൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ സിംറ്റം? ഇതിൻ്റെ സിംറ്റം എന്ന് വെച്ചാൽ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ കാല് തഴുത്ത് കുത്താൻ പറ്റുന്നില്ല. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഭയങ്കരമായ വേദനയായിരിക്കും. ഉപ്പൂറ്റിയുടെ അടിയിലായിരിക്കും വേദന. ആ ഒരു പ്രത്യേക സ്പോട്ടിൽ ഭയങ്കര വേദനയായിരിക്കും. അത് 3-4-10 സ്റ്റെപ്പ് എടുക്കും, കുറച്ച് കുറേ അതിന് ഒരു 15-20 മിനിറ്റ് കഴിയുമ്പോൾ കുറച്ച് അത്യാവശ്യം ഒരു മീഡിയം ലെവലിലേക്ക് വരും. പക്ഷേ നടക്കുമ്പോൾ പിന്നെയാണെങ്കിലും അത്യാവശ്യം നല്ല വേദന ഇവർക്ക് കാണും. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ബാധിക്കും. കാരണം എഴുന്നേറ്റ് കഴിഞ്ഞാൽ കാല് കുത്താൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ചെരുപ്പിടാതെ കാല് താഴ്ത്തി കുത്തിക്കഴിഞ്ഞാൽ ഭയങ്കരമായി വേദനിക്കും. ഉച്ചയ്ക്കാണെങ്കിൽ എപ്പോഴാണെങ്കിലും രാവിലെ ഉച്ചയ്ക്കാണെങ്കിൽ വൈകിട്ടാണെങ്കിൽ ചെരുപ്പിടാതെ കാല് കുത്തുമ്പോൾ അവിടെ പ്രഷർ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് വേദനിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഒന്ന്, ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു വളരെ സിംറ്റം ഉണ്ടാക്കുന്ന ഒരു അസുഖമാണെങ്കിലും വളരെ സീരിയസ് ആയിട്ടുള്ള അസുഖമല്ല. അതായത് വെച്ചാൽ അവിടെ ഡിഫോമിറ്റി വരികയോ അല്ലെങ്കിൽ ആംഗിൾ ജോയിൻറ്റ് ഡിസ്ട്രക്ഷൻ വരികയോ അങ്ങനെയൊന്നും വരില്ല. പക്ഷേ നമുക്ക് സിംറ്റം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു നിലവാരത്തെ അത് ബാധിക്കും. നമ്മൾ റുട്ടീൻ ഡേ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് ബാധിക്കും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്തുകൊണ്ട് ഉണ്ടാകുമെന്ന് നോക്കുക. ചിലപ്പോഴും വാതരോഗങ്ങൾക്കാണെങ്കിൽ വാതരോഗത്തിൻ്റെ പാർട്ടായിട്ട് ഈ പ്ലാന്റാർ ഫേഷ്യേറ്റിസ് വരാം. അപ്പോൾ മരുന്നുകളുടെ ഡോസ് ചിലപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. എസ്പെഷ്യലി നമ്മൾ സോറിയാറ്റിക് ആർത്രൈറ്റിസും ആങ്കൈലോസിങ് സ്പോണ്ടിലൈറ്റിസ് പോലെയുള്ള അസുഖങ്ങളാണ് ഇത് കാണുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യുക. വേറെ കുറേ ആളുകൾക്ക് ഏതെങ്കിലും ഇൻഫെക്ഷൻ വന്നു, ഇൻഫെക്ഷൻ എന്ന് വെച്ചാൽ ഒരു വയറിളക്കം വന്നു, അല്ലെങ്കിൽ മൂത്രത്തിൽ പഴുപ്പ് വന്നു, അങ്ങനെയുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞിട്ടും ഇതുപോലെയുള്ള പ്ലാന്റാർ ഫേഷ്യേറ്റിസ് പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാകും. അതിന് റിയാക്റ്റീവ് ആർത്രൈറ്റിസ് ആണ് വിളിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം എന്തുകൊണ്ട് ഇതുണ്ടാകുന്നു? വാതരോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ വാതരോഗത്തിൻ്റെ ചികിത്സയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കഴിഞ്ഞാൽ ഇത് ശരിയാകും. 2, ഇതെന്തുകൊണ്ട് ഉണ്ടാകുന്നത് കണ്ടുപിടിക്കാൻ വേറൊരു യൂസ്ഫുൾ ടെസ്റ്റാണെന്ന് എക്സ്റേ എടുത്ത് നോക്കുക. എക്സ്റേൻ്റെ യൂഷ്വലി ഏർലി സ്റ്റേജസിലൊന്നും വലിയ ചേഞ്ച് കാണില്ല. പക്ഷേ അൾട്രാസൗണ്ടിലാണെങ്കിൽ ഏർലി സ്റ്റേജിൽ തന്നെ ഈ പ്ലാന്റാർ ഫേഷ്യയുടെ തിക്നെസ് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും. അതിൽ എത്ര തിക്നെസ് ചെയ്യാൻ, നീർക്കെട്ട് എത്ര മാത്രം ഉണ്ട്. ഈ പ്ലാന്റാർ ഫേഷ്യ നീർക്കെട്ട് വരുമ്പോൾ അതിൻ്റെ കട്ടി കൂടുമല്ലോ. അപ്പോൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ആ പാടയുടെ തിക്നെസ് കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇത് പ്ലാന്റാർ ഫേഷ്യേറ്റിസ് തന്നെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? സാധാരണ ചെയ്യുന്നത്, ഒന്ന്, നമ്മൾ കൃത്യമായിട്ട് കുറച്ച് എക്സസൈസസ് ഉണ്ട്. ഈ എക്സസൈസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പ്ലാന്റാർ ഫേഷ്യേറ്റിസിലുണ്ടാകുന്ന വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മുടെ കാലിൻ്റെ പുറകിലുള്ള മസിൽസ് ഉണ്ട്, അതായത് കാഫ് എന്ന് പറയും, കാഫ് മസിൽസ്. ഈ കാഫ് മസിൽസിൽ കുറച്ച് ടൈറ്റ്നസ് വരും, അതിൻ്റെ ഒരു കട്ടി പിടിച്ചിരിക്കും. അപ്പോൾ അതിനെ റിലാക്സ് ചെയ്യാനുള്ള കുറച്ച് എക്സസൈസ് ചെയ്യുക, സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുക. 2 പ്ലാന്റാർ ഫേഷ്യയെ തന്നെ സ്ട്രെച്ച് ചെയ്യാനുള്ള എക്സസൈസ് ചെയ്യുക. 3 നമ്മുടെ ചെരുപ്പ് നമ്മൾ കുറച്ചുകൂടി സോഫ്റ്റായിട്ടുള്ള ചെരുപ്പ് ഇടുക. സോഫ്റ്റായിട്ട് ചെരുപ്പിടുമ്പോൾ അല്ലെങ്കിൽ ഷൂസ് ഇടുന്നവരാണെങ്കിൽ ഷൂസിൽ ഒരു ഇൻസോൾ യൂസ് ചെയ്യുക. ഈ പ്ലാന്റാർ ഫേഷ്യയിൽ പെയിനുള്ള സ്ഥലത്താണ് ഒരു ഇൻസോൾ പോലെ വരും, അവിടെ പ്രഷർ വരാത്ത രീതിയിൽ അവിടെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു തരത്തിലുള്ള ഇൻസോൾ നമുക്ക് കിട്ടും. ആ ഇൻസോൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ വേദന കുറയും. അപ്പോൾ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. 2 ഞാൻ പറഞ്ഞു, നമ്മുടെ കാഫ് മസിൽ ടൈറ്റ്നസ് ഉണ്ടെങ്കിൽ അത് റിലാക്സ് ചെയ്യിക്കുക, നല്ല ഫുട്വെയർ യൂസ് ചെയ്യുക. ഈ 3 കാര്യങ്ങൾ ഒരു 50 to 60% ആൾക്കാർക്ക് നല്ല രീതിയിൽ റിലീഫ് തരുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. പിന്നെ അക്യൂട്ടായിട്ട് ഒരു ഭയങ്കരമായിട്ട് വേദനയാണെങ്കിൽ 3-4 ദിവസത്തേക്ക് വേദന സംഹാരികൾ കഴിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അതിനുശേഷം കുറയാത്ത കുറച്ച് ആളുകളുണ്ട്. അങ്ങനെയുള്ളവർക്കാണ് സാധാരണ അടുത്ത ലെവലിലേക്ക് നമ്മൾ പോകുന്നത്. സ്കാൻ ചെയ്ത് ആ സ്പോട്ടിൽ ഇഞ്ചെക്റ്റ് ചെയ്യുക, ഇഞ്ചക്ഷൻ എടുക്കുക. അത് വളരെ കെയർഫുള്ളായിട്ട് വളരെ അത്യാവശ്യമുള്ളവരിൽ മാത്രം ചെയ്യുന്നൊരു കാര്യമാണ്. ആ സ്പോട്ടിൽ ഇഞ്ചക്ഷൻ എടുക്കാം. അതായത് അത് പലതരത്തിലുള്ള ഇഞ്ചക്ഷൻസ് ഉണ്ട്. ഒന്ന് ട്രയാംസിലോൺ പോലെയുള്ള ചെറിയ ഡോസിലുള്ള സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ പ്ലാസ്മ തെറാപ്പി എന്ന് പറഞ്ഞാൽ PRP എന്നൊക്കെ പറഞ്ഞ് കേട്ട് കാണും, അത് എടുക്കുക. അപ്പോൾ ഇതിലേതാണ് എടുക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് പലപ്പോഴും സ്കാനിങ്ങിൽ ആ പാടയുടെ കട്ടി എത്രയുണ്ടെന്നൊക്കെ നോക്കിയിട്ടാണ്. അപ്പോൾ കട്ടി വലിയ നീർക്കെട്ടാണ് കൂടുതലെങ്കിൽ പലപ്പോഴും ചെറിയ ഡോസിൽ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷനും, നീർക്കെട്ടല്ല കുറച്ചുകൂടി ടേയേഴ്സോ ചെറിയ രീതിയിലുള്ള നീർക്കെട്ട് കാര്യമായിട്ടില്ല പക്ഷേ തിക്നെസ് മാത്രമേ ഉള്ളൂ എങ്കിൽ ചിലപ്പോൾ നമ്മൾ PRP ഇഞ്ചക്ഷനിലോട്ടുമൊക്കെ പോകാറുണ്ട്. അപ്പോൾ അത് തീരുമാനിക്കുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് ഡിസിഷൻ. അതിനെക്കുറിച്ച് ഞാൻ വളരെ കൂടുതൽ ഏതാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം പറയാനുള്ള, പ്ലാന്റാർ ഫേഷ്യൽസ് കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യൂഷ്വലി 3 to 6 months കംപ്ലീറ്റ് റിലീഫ് വരുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, അത് വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ നടത്തം കൃത്യമാക്കുക, ചെരുപ്പുകൾ കൃത്യമായിട്ട് യൂസ് ചെയ്യുക. ഇത് വന്നവരെ വീണ്ടും നമ്മൾ ചെരുപ്പിടാതെയൊക്കെ പുറത്ത് നടന്നു കഴിഞ്ഞാൽ കാലിൽ വീണ്ടും ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ ആ പ്ലാന്റാർ ഫേഷ്യയുടെ അവിടെ ചെറിയൊരു ടയറൊക്കെ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഈ വേദന വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് ഡെഫിനറ്റ്ലി നമ്മൾ സൂക്ഷിക്കുകയും വേണം.